അബ്രാഹത്തിന് ബഹുഭാര്യത്വമുണ്ടല്ലോ. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം അനേകം ഭാര്യമാരുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമുക്കും ബഹുഭാര്യത്വം അനുവദനീയമാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കേണ്ടത്. അതും അബ്രാഹത്തിന് അടിമ സ്ത്രീകളായ ഭാര്യമാരുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഞാനതിന് മറുപടി നൽകുകയുണ്ടായി. അബ്രാഹത്തിന് ഒരു ഭാര്യയേ ഉള്ളൂ, സാറ. സാറായ്ക്ക് മക്കളില്ലാതായപ്പോൾ സാറായുടെ ദാസിയെ സാറ അബ്രാഹത്തിന് ഭാര്യയായി നൽകി. എന്തിനു വേണ്ടി? വാടക ഗർഭധാരണത്തിന് വേണ്ടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു കുഞ്ഞിനെ നൽകുന്നു. യഥാർത്ഥത്തിൽ അബ്രാഹത്തിന് എത്ര ഭാര്യയുണ്ട്? ബൈബിൾ അടിസ്ഥാനമാക്കി നോക്കിക്കഴിഞ്ഞാൽ അബ്രാഹത്തിന് ഒരു ഭാര്യയേ ഉള്ളൂ, സാറ. സാറായ്ക്ക് മക്കളില്ലാതായപ്പോൾ സാറ പറയുന്ന കാര്യമാണ്, എൻ്റെ ദാസിയായ ഹാഗാറിൽ നീ ഒരു കുഞ്ഞിനെ എനിക്ക് തരിക, നമുക്ക് മക്കളില്ലല്ലോ. അങ്ങനെ സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹത്തിന് ഭാര്യയായി നൽകി. അതിലൊരു കുഞ്ഞുണ്ടായി, ഇസ്മായേൽ. അപ്പോൾ ഇത് ഒരു യഥാർത്ഥത്തിൽ വാടക ഗർഭധാരണം പോലുള്ള ഒരു സിസ്റ്റമാണ്. അതല്ലാതെ അബ്രാഹത്തിന് ബഹുഭാര്യത്വം ഉണ്ടായതല്ല. അബ്രാഹത്തിന്റെ അടിമ ഭാര്യയുമല്ല ഹാഗാർ. കാരണം എന്താ അറിയാമോ? ഹാഗാറിനെയും ഇസ്മായിലിനെയും സാറ പുറത്താക്കുമ്പോൾ സാറ അബ്രാഹത്തോട് പറയുന്നുണ്ട്. അപ്പൊ അബ്രാഹം പറയുന്ന മറുപടി എന്താ? അവൾ ഇപ്പോഴും നിന്റെ ദാസിയാണല്ലോ, നീ നിനക്കിഷ്ടമുള്ളത് അവളോട് ചെയ്തു കൊള്ളുക. എന്നിട്ട് സാറ ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കി. ഇത് നമുക്ക് ബൈബിളിൽ കാണാം. അപ്പോൾ അബ്രാഹത്തിന് ഒരു ഭാര്യയെ യഥാർത്ഥത്തിലുള്ളൂ, സാറ. സാറ മരിക്കുന്നു. സാറ മരിച്ചതിന് ശേഷം അബ്രാഹം വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, കെത്തൂറ. അപ്പോൾ അബ്രാഹത്തിന് ഔദ്യോഗികമായി രണ്ട് ഭാര്യയുള്ളത്, ഒന്ന് സാറ, രണ്ട് കെത്തൂറ. സാറായ്ക്ക് ഒരു മകനുണ്ട്, ഇസഹാക്ക്. കെത്തൂറയ്ക്ക് 5 മക്കളുണ്ട്. ഇതാണ് അബ്രാഹത്തിന് രണ്ട് യഥാർത്ഥ ഭാര്യമാരിലുള്ള മക്കളും. അബ്രാഹത്തിന് സാറായുടെ ദാസിയായ ഹാഗാറിലുണ്ടായ കുഞ്ഞാണ് ഇസ്മായിൽ. ഹാഗാർ യഥാർത്ഥത്തിൽ ഔദ്യോഗിക ഭാര്യയുമല്ല. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുക. സാറ മരിച്ചതിന് ശേഷമാണ് കെത്തൂറയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അബ്രാഹത്തിന് എത്ര ഭാര്യമാരുണ്ട്? ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ഏക ഭാര്യാവ്രതം അനുഷ്ഠിച്ച വ്യക്തിയാണ് അബ്രാഹം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ആർഗ്യുമെന്റ്, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ഭാര്യമാരുണ്ടല്ലോ, അപ്പോൾ അടിമ സ്ത്രീകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ബൈബിൾ അടിസ്ഥാനമാക്കി അത് യഥാർത്ഥമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി